തുഴഞ്ഞ ഈ ചെല്ലിക്കാടനാണോ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്, അതോ 57 നമ്പറിലെ കമ്പനി വെള്ളമാണോ എന്ന് ഞങ്ങൾക്ക് കൃത്യമായി പറയാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. ഏതായാലും ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കിട്ടിയാൽ മാത്രമേ ഇത് അറിയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ആരാണ്, ഞങ്ങൾ തന്നെയാണോ വിജയിച്ചെന്ന സംശയത്തിൽ നിൽക്കുകയാണ് അവർ. കാരണം ആഴ്ചകളായി ഇവിടെ പരിശീലനം നടത്തി വിദേശ വനിതകൾ ഇവിടെ എത്തി ഇവിടുത്തെ തുഴച്ചിൽക്കാരുമായിട്ട് ഒന്നിച്ച് അതിന്റെ താളവും തുഴപ്പാടും താളവും ഒക്കെ ഏറ്റെടുത്ത് തുഴഞ്ഞാണ് അവരിവിടെ വന്നിട്ടുള്ളത്. വിദേശ വനിതകളാണെങ്കിൽ തന്നെയും അതിൽ വേമ്പനാട്ട് ബോട്ട് ക്ലബിലെ സ്വദേശീയരായ അമ്മമാരും സഹോദരിമാരുണ്ട്. അവരുടെ കൂടെ അഭ്യാസം, അവരുടെ കൂടെ ഈ പഠന താല്പര്യം, പഠിപ്പിക്കുന്നതിലുള്ള അവരുടെ കാര്യക്ഷമത, ഇതൊക്കെ ചെല്ലിക്കാടൻ വള്ളത്തിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു ശൈലിയുടെ പ്രവേശനം, അതായത് വിദേശ ശൈലിയുടെ പ്രവേശനം ഇവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എങ്കിൽ തന്നെയും കമ്പനി വള്ളവും ചെല്ലിക്കാടൻ വള്ളവും കാട്ടുതെക്കേരിയുമായിട്ടാണ് മത്സരം നടന്നത്. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോഴും വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഖേദകരമായ സത്യം. മൗണ്ട് ഹൈ ടീം തുടർച്ചയായി 3-ാം തവണയാണ് നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. കഴിഞ്ഞ 2 തവണയും അവർ ഇവിടെ നിന്ന് ട്രോഫി കൊണ്ടുപോയിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ ക്ലബ്ബുമായി തന്നെ ചേർന്നാണ് അവർ ട്രോഫി പങ്കുവെച്ചത്. തദ്ദേശീയരായ വനിതകളുമായി ചേർന്ന് പരിശീലനം നടത്തി ചില ട്രോഫികൾ നേടിയ അനുഭവം മറക്കാനാവാത്ത ഒന്നായിട്ട് അവർക്കുണ്ട്. എന്തായാലും ഇതൊരു വള്ളംകളിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ പറയാറുണ്ട് ഫോട്ടോ ഫിനിഷ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അത്തരം വാശിയേറിയ മുഹൂർത്തമായിരുന്നു. ഇതിന്റെ അറിയിപ്പ് ഇവിടെ ഔദ്യോഗികമായി ലഭിച്ചു എന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട്. എന്തായാലും വിദേശ വനിതകൾ തുഴഞ്ഞ ആ വള്ളമാണെന്ന് തോന്നുന്നു 1-ാം സ്ഥാനത്ത് വീണ്ടും എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്കത് ഒരു ഹാട്രിക് വിജയമാണ്. അതെ, ഇതിന്റെ ഔദ്യോഗികമായ ഒരു ഫലം എത്തിക്കഴിഞ്ഞു. ചെല്ലിക്കാടൻ കൊച്ചുപറമ്പിൽ സിന്ധു ക്യാപ്റ്റനായിട്ടുള്ള പുന്നമട വേമ്പനാട് വനിതാ ബോട്ട് ക്ലബ്ബ് തുടങ്ങിയിട്ടുള്ള ചെല്ലിക്കാടൻ തന്നെ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. 57-ാം നമ്പറിലെ കമ്പനി വെള്ളവുമായിട്ടായിരുന്നു അവർ പൊരിഞ്ഞ പോരാട്ടം നടത്തിയത്. ഈ മാസം 6-ന് പുറപ്പെട്ട പരിശീലനം UK സ്വദേശിനിയായ ജൂലിയ അമറിന്റെ നേതൃത്വത്തില് ബ്രിജിറ്റ് ചെംല, മലയാളം നന്നായി സംസാരിക്കുന്ന മേരി